കഴിഞ്ഞ ദിവസം പേരോട് ഉസ്താദ് ഈ യുക്തിവാദികൾക്ക് മറുപടി പറഞ്ഞ് കുടുങ്ങിയൊരു സംഭവമുണ്ട്. ഇസ്ലാമികമായ പ്രാർത്ഥനകളിൽ അതില്ല എന്നാണ്, മുശ്രിക്കുകളും ബഹുദൈവ ആരാധകരും നശിച്ചുപോട്ടെ എന്നുള്ള പ്രാർത്ഥന ഇസ്ലാമിൽ ഇല്ല എന്ന് പേരോട് ഉസ്താദ് പറയും. പിന്നീട് അദ്ദേഹം തിരുത്തുകയും ചെയ്യേണ്ടി വന്നു. ഇല്ലല്ലോ, അങ്ങനെ ഉണ്ടായിട്ടില്ല. അതായത് എപ്പോഴും അതായത് നമ്മൾ എപ്പോഴും ഒരു വിഭാഗത്തിന്റെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആരുടെയും നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. അത് ഇസ്ലാം പറയുന്നത്. അതായത് ഞങ്ങളൊക്കെ ഞാൻ എത്രയോ കാലം പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു ഇസ്ലാം വൽ മുസ്ലിമീൻ എന്നേ പറയാറുള്ളൂ. ഇനി വല്ലപ്പോഴും അബദ്ധത്തിലോ മറ്റോ അത് വന്നു പോയാൽ മാരകമായ തെറ്റാണ്, ഇസ്ലാമിൽ പുറത്തുനിന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഓരോ മര്യാദകളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ രാജ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ മതേതരത്തിന്റെ രാജ്യമാണ്. അപ്പോൾ നമ്മൾ ഒരാളെ പ്രകോപിപ്പിക്കുന്ന ഒരു സംസാരം നമ്മളിൽ നിന്ന് ഉണ്ടാക്കാൻ പാടില്ല. രണ്ടാമത്തെ ഭാഗം വേണ്ടാണ്. ഞങ്ങളത് പലപ്പോഴും എന്തായാലും രാജ്യത്തിന്റെ മതവിശ്വാസികളും എല്ലാവരും മനസ്സിലാക്കി പലപ്പോഴും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കന്ദവരസാവിന്റെ പ്രാർത്ഥനകളിൽ പോലും അത് ഉണ്ടെന്നാണ് പ്രചരിപ്പിക്കുന്നത്. അതായത് ഏത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദിനം പ്രതി 100 തവണ പ്രാർത്ഥിക്കും. പക്ഷേ അതിൽ സ്ഥിരമായി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഞാനൊരു എൻ്റെ പ്രാർത്ഥന കാണാൻ കഴിയില്ല. വല്ലപ്പോഴും അങ്ങനെ വന്നു പോയി അതെടുത്തിട്ടല്ലോ നമ്മൾ എതിർക്കേണ്ടത്. സ്ഥിരമായുള്ള പ്രാർത്ഥനകൾ ഉണ്ടോ ഇല്ല. യുദ്ധകാലഘട്ടങ്ങളിലൊക്കെ പതിനെട്ടോളം വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. അതാണ്. അതായത് ഇപ്പോൾ ഒരു യുദ്ധത്തിലെ തീരുമാനമല്ല, ഒരു സൗഹാർദ്ദത്തിൽ ഉണ്ടാകുന്ന തീരുമാനം. മരിച്ചിടത്ത് പോകുമ്പോഴല്ല കല്യാണത്തിന് പോകേണ്ട. മരിച്ചിടത്ത് പോകുമ്പോൾ നമ്മളൊരു ദുഃഖഭരിതനായിട്ടാണ് പോകുക. അവിടെ ചിരി കളി തമാശ ഒന്നും ഉണ്ടാകില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കല്യാണത്തിനാണ് പോകുന്നതെങ്കിൽ അവിടെ നല്ല ഡ്രസ്സ് നല്ല ചിരിച്ച് കളിച്ചിട്ടാണ് പോകുക. അപ്പോൾ സാഹചര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടി വരും. എന്താണ് യാത്രയുടെ